ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഓട്സും ചിക്കനും ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഒരു ഗ്ലാസ് റോൾഡ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് കയ്യിലുള്ളെങ്കിൽ അത് എടുക്കുക. ആദ്യം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് നേരം കൊണ്ട് ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ പൊടിയുന്ന രീതിയിലാവും. ആ സമയത്ത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതൊന്ന് അവിടെ നിന്ന് തണുത്തോട്ടെ. 150 ഗ്രാം ചിക്കൻ ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ നീളത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കൂടുതൽ വേണമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂണിനടുത്ത് പെപ്പർ പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രം. ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 8-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് പ്രോപ്പറായിട്ട് കുക്കായിട്ട് കിട്ടും. ഒന്നുകൂടെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. ചിലപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് അവസാനം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇതിലിപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതിൻ്റെ മുന്നേ ഇഞ്ചി നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിനുശേഷം ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി, ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ബീൻസോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികൾ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സോട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഗ്ലാസ് ഓട്സിന് 1/2 ഗ്ലാസ് വെള്ളമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, അധികമായി പോകരുത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഓട്സ് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം അബ്സോർബ് ആയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കുക. എൻ്റെ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്സ് വെന്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള വെള്ളം നമ്മൾ കുറച്ചായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. കുറച്ച് കുടഞ്ഞു കൊടുക്കുക. വീണ്ടും 1-2 മിനിറ്റ് നേരം അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് വീണ്ടും തുറന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഓട്സ് വെന്ത് വരുന്നത് വരെ നമ്മൾ കുറച്ചായിട്ട് വെള്ളം കുടഞ്ഞു കൊടുക്കണം. 2-3 പ്രാവശ്യം കുടഞ്ഞു കൊടുക്കേണ്ടി വരും. ഒട്ടും കുഴഞ്ഞു പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. കുക്കാവാത്ത ഓട്സൊക്കെ നല്ല വൈറ്റ് കളറിൽ തന്നെ ഇതിൽ കാണും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 3/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഓട്സ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അരി ഭക്ഷണമോ ബിരിയാണിയോ ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഓട്സ് വെച്ച് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നോമ്പ് സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക.